ഹായ് ഓൾ, വെൽക്കം ടു എഡ്ഫി ലേണിംഗ്. നമ്മളിന്ന് 2024 ജൂലൈ മാസത്തിൽ നടന്നിട്ടുള്ള നമ്മുടെ എൽ പി എസ് നമ്മൾ ചെയ്തതായിരുന്നു UP എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ്, മാത്സിൻ്റെ ഭാഗത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ആണ് നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അടുത്തൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എക്സാം എങ്ങനെയായിരുന്നു, എക്സാമിൻ്റെ പാറ്റേൺ എങ്ങനെയായിരുന്നു എന്ന് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് മാത്സിൻ്റെ ഭാഗത്ത് നിന്ന്, ഇപ്പോൾ 15 മാർക്കിനാണ് മാത്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്, ആ ഒരു സബ്ജക്റ്റിൽ നിന്ന് വരുന്നത്. ആ 15 മാർക്ക് നമുക്ക് നേടണമെന്നുണ്ടെങ്കിൽ ആ ക്വസ്റ്റ്യൻ എവിടെ നിന്ന് വരുന്നു, എങ്ങനെയാണ് ചോദിക്കുന്നത്, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ലാസ്റ്റ് നടന്നിട്ടുള്ള എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇപ്പോൾ UP എക്സാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പമുള്ള പേപ്പറായിരുന്നു. LP വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മാത്സിന്റെ ഭാഗം എന്ന് പറയുന്നത് 15-ൽ എങ്ങനെ പോയാലും ഒരു 13 മാർക്ക് വാങ്ങാൻ പറ്റുന്ന, അല്ലെങ്കിൽ 12 മാർക്ക്, 10-ന് മുകളിൽ മാർക്ക് എന്തായാലും വാങ്ങാൻ പറ്റുന്ന തരത്തിലായിരുന്നു മാത്സിന്റെ പോർഷൻ എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു എക്സാം എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം ഓരോ എക്സാം കഴിയും തോറും ക്വസ്റ്റ്യൻ പേപ്പറിന്റെ നിലവാരം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് വേണം നമ്മുടെ പ്രിപ്പറേഷൻ എന്തായിരിക്കണം, മാറണം. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ വൈസ് ആയിട്ട് നോക്കാം. അപ്പോൾ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത്, താഴെ കൊടുത്തിരിക്കുന്നവയിൽ പൂർണ്ണവർഗം ഏത്? നമ്മുടെ ഓപ്ഷൻസ് 2.5, അതുപോലെ തന്നെ 0.25, 0.025, 0.00025. അപ്പോൾ പൂർണ്ണവർഗം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ഡെസിമൽ നമ്പർ ആണ്, ദശാംശ സംഖ്യയാണ്. ഇപ്പൊ ദശാംശ സംഖ്യയുടെ പൂർണ്ണവർഗം ഏത് എന്ന് നമുക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു കാര്യം മനസ്സിലാക്കിയാൽ മതി. നമുക്ക് പോയിന്റിന് ശേഷം ഇരട്ട സംഖ്യ എന്ന് പറഞ്ഞാൽ ഇരട്ട സംഖ്യകളുടെ സ്ഥാനമായിരിക്കും വരിക. അതായത് പോയിന്റ് കഴിഞ്ഞിട്ടൊന്നിൽ ഈ 2 സ്ഥാനം, അല്ലെങ്കിൽ 4 സ്ഥാനം, അല്ലെങ്കിൽ 6 സ്ഥാനം, അല്ലെങ്കിൽ 8 സ്ഥാനം, അങ്ങനെ വരുന്നതാണ് ഡെസിമൽ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണവർഗങ്ങളിൽ ഉൾപ്പെടുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഈ ഒരു പോയിന്റ് കഴിഞ്ഞതിന് ശേഷം ഒരൊറ്റൊരു സ്ഥാനമാണ് വരുന്നത്. അതേപോലെ നോക്കി ഇവിടെ 2 സ്ഥാനം വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്, അപ്പൊ താഴെ കൊടുത്തിട്ടുള്ള ഡെസിമൽ നമ്പറിൽ ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആയിട്ടുള്ള 0.25 ആണ്. അതേപോലെ തന്നെ നോക്കി ഇവിടെ 3 സ്ഥാനമാണ് വരുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ 5 സ്ഥാനം. അപ്പോ ഒറ്റ ഇരട്ട സംഖ്യ എണ്ണത്തിൽ സ്ഥാനം വരുന്നതാണ് എന്ത്, ഡെസിമൽ നമ്പേഴ്സിൽ പൂർണ്ണവർഗങ്ങൾ എന്ന് പറയും. ഇപ്പൊ 0.25 എന്ന് പറയുന്നത്, ഇപ്പോൾ 25-ന്റെ നിങ്ങൾക്ക് അറിയാം സ്ക്വയർ റൂട്ട് എന്താന്നുള്ളത്. അപ്പോൾ 25-ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 25-ന്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ 0.25 ആകുമ്പോൾ എന്ത് വരും, 0.25 എന്ന് പറയുമ്പോൾ ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് വരണം. അപ്പോൾ ഒരു സ്ഥാനം ഇപ്പുറത്തോട്ട് എന്ന് പറയുന്നത് 0.5 × 0.5 ചെയ്താലാണ് എന്ത് കിട്ടുക, നമുക്ക് 0.25 എന്ന് കിട്ടും. അപ്പൊ 0.5 × 0.5. അപ്പോൾ ഇവിടെ 2 സ്ഥാനമാണുള്ളത്. അപ്പോൾ ഇവിടെ ഓരോ സംഖ്യകൾക്കും എത്ര വരും, ഓരോ സ്ഥാനം വീതം വരും. അപ്പൊ ഇത്രയ്ക്ക് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഡെസിമൽ നമ്മുടെ ദശാംശ സംഖ്യകൾ തന്നിട്ട് അതിന്റെ പൂർണ്ണവർഗം കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇരട്ട സംഖ്യ ആ ഒരു എണ്ണത്തിനായിരിക്കും പോയിന്റിന് ശേഷമുള്ള നമ്പേഴ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 2 ഓ 4 ഓ 5 ഓ 6 ഓ നമ്പേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മുടെ ദശാംശ സംഖ്യകളിൽ പൂർണ്ണവർഗം ആവുകയുള്ളൂ. അടുത്തൊരു ചോദ്യം, സംഖ്യാരേഖയിലെ 3/5-നും 4/5-നും ഇടയിൽ വരാത്ത ഭിന്നകം ഏത്? അപ്പോ ഇടയിൽ വരാത്തത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏതാന്ന് കണ്ടുപിടിക്കണത്, നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് ഫ്രാക്ഷണൽ നമ്പേഴ്സ് ആണ്. ഈ ഒരു ഫ്രാക്ഷണൽ നമ്പേഴ്സ് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടായിരിക്കും, ഇടയിലാണോ അല്ലയോ ഒന്ന് തിരിച്ചറിയാനായിട്ട് സാധിക്കത്തില്ല. സിമ്പിൾ ആയിട്ടുള്ളൊരു മെത്തേഡ് പറഞ്ഞാൽ ഇപ്പൊ ഈ നമ്പേഴ്സ് ഒക്കെ ഒന്ന് പറക്കി എഴുതാണ്. അപ്പോൾ 3/5, അതുപോലെ തന്നെ 4/5, പിന്നെ വരുന്നത് ഈ നമ്പേഴ്സും കൂടി എന്ത് ചെയ്യുന്നു, എടുത്തെഴുതുന്നു. 2/3, 5/8, 3/7, 3/7, ലാസ്റ്റ് വൺ 5/7. അപ്പോൾ ഇത്ര നമ്പേഴ്സ് നമ്മൾ എടുത്തെഴുതുന്നു. ഈ നമ്പേഴ്സിന് ഇനി ചെയ്യാൻ പോകുന്നത്, ഇനി ഒരു 0 ഇട്ട് കൊടുക്കുന്നു. ഇപ്പോൾ 0 ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ നോക്കിയേ, എല്ലാത്തിൻ്റെ മുകളിലും. അപ്പോൾ 3 എന്നുള്ളത് 30 ആവും, 4 എന്നുള്ളത് 40 ആവും, 2 എന്നുള്ളത് 20 ആവും, 5 എന്നുള്ളത് 50 ആവും, 3 എന്നുള്ളത് 30, 5 എന്നുള്ളത് 50. അപ്പോൾ ഇത് ആദ്യത്തെ സ്റ്റെപ്പ്. ദെൻ എന്ത് ചെയ്യുക, 30/5, 30-നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ഹരണഫലം എന്ന് പറയുന്നത് 6 വരും, ശിഷ്ടം എന്ന് പറയുന്നത്
0 വരും. അപ്പോൾ ഓരോ നമ്പേഴ്സിന്റെയും എന്ത് ചെയ്യുന്നു, ഹരണഫലവും ശിഷ്ടവും നമ്മൾ കണ്ടെത്തുന്നു. 40/5 എന്ന് പറയുമ്പോൾ 40നെ 5 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 8 ഹരണഫലം, അതുപോലെ തന്നെ ശിഷ്ടം വരുന്നത് 0 ആണ്. 20നെ 3 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ 6 ഹരണഫലം വരും, ശിഷ്ടം അതായത് 3 × 6 ആണ് 18, ബാലൻസ് എന്ത് വരും, ശിഷ്ടം എന്ന് പറയുന്നത് 2 വരും. അടുത്തത് 50/8. 50/8 എന്ന് പറയുന്നത് 48, 8 × 6 48, അപ്പൊ 6 പ്രാവശ്യം ശിഷ്ടം വരുന്നത് 2 വരുന്നു. ഓക്കെ, ഇനി അടുത്തത് 30/7. 30/7 എന്ന് പറയുമ്പോൾ 30ല് 7 എന്ന് പറയുന്നത് 28, 4 പ്രാവശ്യം പോവും, ബാലൻസ് വരുന്നത് ശിഷ്ടം വരുന്നത് 2 ആണ്. അടുത്തത് 50/7. 50/7 എന്ന് പറയുമ്പോൾ 49, 7, അതുപോലെ തന്നെ ബാലൻസ് ശിഷ്ടം എന്ന് പറയുന്നത് 1 വരും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചാൽ നമുക്ക് ഇനി കണ്ടെത്താനായിട്ട് സുഖമാണ്. അപ്പൊ നമുക്ക് കണ്ടെത്തേണ്ടത് 6നും 8നും ഇടയിലല്ലാത്തത്, 3/5നും 4/5നും ഇടയിൽ. അപ്പോ 6നും 8നും ഇടയിലല്ലാത്ത നമ്പർ ഇവിടെ ഏതെങ്കിലും വരുന്നുണ്ടോ നോക്കിയാൽ മതി. ഇപ്പൊ 6 കഴിഞ്ഞിട്ടാണല്ലോ ഈ 6 വരുന്നത്, 6ഉം ശിഷ്ടം 2, 6 ശിഷ്ടം 2. അപ്പൊ ഇത് ഈ 2/3 ആയിക്കോട്ടെ 5/8 ആയിക്കോട്ടെ, ഇത് രണ്ടും ഇതിന്റെ ഇടയിലാണ് വരുന്നത്. അടുത്ത നോക്കിയേ, 4 ശിഷ്ടം 2. ഇത് 6നും 8നും ഇടയിലാണോ 4 വരുന്നത്? നമ്മൾ കൗണ്ട് ചെയ്താൽ തന്നെ അറിയാം. 1 2 3 4 5 6 7 8. അപ്പോൾ 4, അതായത് 6ന് ബിഫോർ ആണ് എന്ത് വരുന്നത്, 4 വരുന്നത്. അതായത് നമ്മുടെ 3/7 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് പറയുന്നത്. 3/7 ആണ് ഇതിന്റെ ആൻസർ. ഇപ്പൊ നോക്കിയേ, ഇതെന്തായാലും നോക്കിയേ, 6നും 8നും ഇടയിലല്ലേ ഈ 7 വരുന്നത്. അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു 0 ഇട്ട് കൊടുക്കുക, ദെൻ ഡിവൈഡ് ചെയ്യുക, ശിഷ്ടം എടുത്തെഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ആ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമ്മുടെ ആരോഹണ രീതി അല്ലെങ്കിൽ അവരോഹണ രീതി, നമുക്ക് കുറച്ച് ഭിന്നസംഖ്യകൾ തന്നിട്ട് ആരോഹണ ക്രമത്തിൽ എഴുതുക അല്ലെങ്കിൽ അവരോഹണ ക്രമത്തിൽ എഴുതുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സെയിം മെത്തേഡ് തന്നെയാണ്. ഈ സെയിം മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. ഒന്ന് ഹരണഫലം ശിഷ്ടം എടുത്തെഴുതാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ഇതിന്റെ ബേസിലായിരിക്കും എന്ത് ചെയ്യുക, നമ്മൾ ഈ പറഞ്ഞ പോലെ ബാക്കിയുള്ള കാര്യങ്ങൾ, ഇപ്പോൾ ആരോഹണ ക്രമത്തിൽ എഴുതണമെങ്കിലും അവരോഹണ ക്രമത്തിൽ എഴുതണമെങ്കിലും ഈ നമ്പറിന്റെ അടിസ്ഥാനത്തിൽ, ഇപ്പൊ ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് 3/7 ആണ്. അപ്പോൾ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറയുന്നത് തന്നെ 4/5 ആണ്. നോക്കി, ഈ നമ്പേഴ്സ് നോക്കിയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഇപ്പൊ ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനോ വലുതിൽ നിന്ന് ചെറുതിലോട്ട് എഴുതാനോ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ചോദ്യം, 2 സംഖ്യകളുടെ HCF എന്ന് പറയുന്നത് 16ഉം അവയുടെ LCM എന്ന് പറയുന്നത് 192ഉം ഒരു സംഖ്യ 64ഉം ആണെങ്കിൽ രണ്ടാമത്തെ സംഖ്യ ഏത്? ഇതൊക്കെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് തന്നിട്ടുള്ളത് എന്ന് പറയുന്നത് HCF എന്ന് പറയുന്നത് 16 ആണെന്ന് തന്നിട്ടുണ്ട്. അതേപോലെ അടുത്ത തന്നിട്ടുള്ളത് LCM എന്ന് പറയുന്നത് 192, ഒരു സംഖ്യ എന്ന് പറയുന്നത് 64ഉമാണ്. ഒരു സംഖ്യ എന്ന് പറയുന്നത് 64ഉമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ LCM 192 ആണ്. അതുപോലെ തന്നെ ഒരു നമ്പർ, ഈ നമ്പറിനെ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ N1 എന്ന് വിളിച്ചു, ഒന്നാമത്തെ നമ്പർ എന്നുള്ള രീതിയിൽ. ആദ്യത്തെ നമ്പർ എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ 64. ഇപ്പൊ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ക്വസ്റ്റ്യനിൽ കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു, നമ്മൾ എടുത്തെഴുതുന്നു. ദെൻ നമുക്കിത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. അപ്പൊ ഇത് തമ്മിൽ ഒരു ബന്ധമുണ്ട്. അപ്പോൾ 2 നമ്പേഴ്സിന്റെ LCM എന്ന് പറയുന്നത് 192ഉം HCF എന്ന് പറയുന്നത് 16ഉമാണ്. അതിലൊരു നമ്പർ എന്ന് പറയുന്നത് 64 ആണ് വന്നിട്ടുള്ളത്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിനൊരു ഇക്വേഷൻ ഉണ്ട്. ഇക്വേഷൻ ഇതാണ്. നമ്പർ, ഒന്നാമത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, N1 N2 എന്ന് പറയുന്നത് നമ്പർ 1 നമ്പർ 2, അതിന് തുല്യമാണ് എൻ്റെ LCMനെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഒന്നാമത്തെ നമ്പറിനെ രണ്ടാമത്തെ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് തുല്യമാണ് എൻ്റെ LCMനെ HCF കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. നമുക്കിപ്പോൾ ഇതിലിപ്പോൾ ഈ നമ്പർ തന്നിട്ടില്ല എന്ന് വിചാരിക്കും, ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മുടെ കയ്യിലുണ്ടല്ലോ. ഇനി സുഖമായിട്ട് നമുക്ക് ആൻസർ ചെയ്തുകൂടെ? അപ്പൊ N2 എന്ന് പറയുന്നത്, LCM എന്ന് പറയുന്നത് 192 ആണ്, HCF എന്ന് പറയുന്നത് 16 ആണ്. അതേപോലെ തന്നെ പിന്നെ വരുന്നത് ഒരു നമ്പർ, ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന 64, ഇപ്പൊ 64 × എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അതെന്തായിരിക്കും, ഡിവിഷൻ ആയിട്ട് മാറും.
അവിടെ ഡിവിഷനായിട്ട് മാറും. അപ്പോൾ ഡിവൈഡഡ് ബൈ 64 നമുക്കിത് എന്ത് ചെയ്യാം, വെട്ടി ചെറുതാക്കാനായിട്ട് സാധിക്കും. വെട്ടി ചെറുതാക്കാന്ന് പറഞ്ഞാൽ 16ൽ 64, ഇപ്പോൾ 16ൽ 64 പോകും 4 പ്രാവശ്യം. ദെൻ ഇവിടെ എന്ത് ചെയ്യാം, നമുക്ക് വെട്ടി ചെറുതാക്കാം. ഇപ്പോൾ 192ൽ 4 എന്ന് പറയുന്നത് 48 പ്രാവശ്യം നമുക്ക് വെട്ടി ചെറുതാക്കുമ്പോൾ 48 എന്ന് കിട്ടും. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള 48 ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. ഇതുവരെ ഉള്ളത് ഭൂരിഭാഗം ക്വസ്റ്റ്യൻസും ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് പ്രത്യേകിച്ച് ചിന്തിച്ച് സമയം കളയാനുള്ള ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല. ഇനി അടുത്തൊരു ചോദ്യം ഇതാണ്, ഒരു ഘടികാരത്തിലെ സമയം 8:30 ആണ്. അപ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര? നമുക്ക് സമയം തന്നിട്ടുണ്ട്, കോണളവ് കണ്ടെത്തിയാൽ മതി. അതിനുള്ള ഇക്വേഷൻ ഉണ്ട്, അതൊന്ന് ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ടൈം എന്ന് പറയുന്നത് 8:30 ആണ്. അപ്പോൾ ഒരു ക്ലോക്കിലെ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും തന്നു കഴിഞ്ഞാൽ അവ തമ്മിലുള്ള കോണളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 30 × മണിക്കൂർ മൈനസ് 11/2 × മിനിറ്റ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ സുഖമായിട്ട് സോൾവ് ചെയ്യാം. നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഏത് നമ്പർ, ഇപ്പോൾ പോസിറ്റീവ് ആയിക്കോട്ടെ നെഗറ്റീവ് ആയിക്കോട്ടെ, ഏത് രീതിയിൽ നമ്പർ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഓൺലി കൺസിഡർ ദ പോസിറ്റീവ് ഡിജിറ്റ്. ഇപ്പോൾ നെഗറ്റീവ് ആണ് കിട്ടിയെങ്കിൽ പോലും അതെന്തായിരിക്കും, പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു മോഡും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇപ്പോൾ നെഗറ്റീവ് വന്നാലും എന്തായിരിക്കും, ഓട്ടോമാറ്റിക്കലി മോഡിൻ്റെ ഉള്ളിലാകുമ്പോൾ എന്തായിരിക്കും, അത് പോസിറ്റീവ് ആയിട്ട് മാറാൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 30 × മണിക്കൂർ, ഇവിടെ മണിക്കൂർ എന്ന് പറയുന്നത് 8 ആണ്. 30 × 8 മൈനസ് 11/2 × മിനിറ്റ് എന്ന് പറയുന്നത് 30 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, വെട്ടി ചെറുതാക്കുന്നു 15 പ്രാവശ്യം. അപ്പോൾ 30 × 8, 3 × 8 എന്ന് പറയുന്നത് 24. then ഒരു 0 കൂടി ഇട്ട് കൊടുത്തു. അപ്പോൾ 11 × 15 എന്ന് പറയുന്നത് 165 വരും. പിന്നെ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ 75 ഡിഗ്രിയാണ് ഇവിടെ വരുന്ന ആൻസർ എന്ന് പറയുന്നത്. 75 ഡിഗ്രിയാണ് ഓപ്ഷൻ ഡി ആയിട്ടുള്ള 75 ഡിഗ്രിയാണ് ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ 165ൽ നിന്ന് 240ൽ നിന്ന് 165 കുറച്ചാൽ 75 കിട്ടും. നമുക്കിവിടെ ചെയ്ത് കിട്ടുന്ന നമ്പർ എന്ന് പറയുന്നത് 180 ഡിഗ്രിക്ക് മുകളിലാണെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടി വരും. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷൻ വെച്ച് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആൻസർ എബോവ് 180 ആണെങ്കിൽ അടുത്തൊരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന ആൻസറിനെ 360ൽ നിന്ന് കുറയ്ക്കണം. എത്രയാണ് ആൻസർ കിട്ടിയത്, 180ന് മുകളിൽ, ഇപ്പോൾ 181 ആയിക്കോട്ടെ 82 ആയിക്കോട്ടെ ഏതായിക്കോട്ടെ, 180ന് മുകളിലാണ് നമുക്ക് കിട്ടുന്നത് എങ്കിൽ തന്നെ എന്ത് ചെയ്യണം, ഒരു സ്റ്റെപ്പും കൂടി വരും, അത് 360ൽ നിന്ന് മൈനസ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 75 ഡിഗ്രിയാണ്. ഓക്കെ, ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ജസ്റ്റ് ഇക്വേഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സോൾവ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമില്ല. ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഇത് ബീജഗണിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. അത്ര വലിയ ഹാർഡ് എന്ന് പറയാനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒരു ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമുക്കൊന്ന് സോൾവ് ചെയ്ത് എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആദ്യം തന്നിട്ടുള്ളത് ഒരു സംഖ്യയുടെ 3 മടങ്ങ്. നമ്മൾ സംഖ്യ എന്താക്കുന്നു, എക്സ് ആയിട്ട് കരുതുന്നു. നമുക്ക് അറിയാത്ത ഒരു നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, എക്സ് എന്ന് വിളിക്കുന്നു. ഏതോ ഒരു സംഖ്യയുടെ 3x, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോടുകൂടി 2 കൂട്ടുമ്പോൾ 2 കൂടുതലാണ്. അപ്പോൾ ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. അത് നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ എന്താ, നമ്മൾ വേർഡ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ് വലിയ സംഖ്യ. അടുത്ത് നമുക്ക് പറയുന്നുണ്ട് ചെറിയ സംഖ്യയുടെ 4 മടങ്ങാണ്. അപ്പോൾ ഇത് 2ഉം 1ഉമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് പറയുന്നത് എന്താണ്, ഒരു സംഖ്യയുടെ 3 മടങ്ങിനോട് കൂടി 2 കൂട്ടുന്നതും ആ ചെറിയ സംഖ്യയുടെ 4 മടങ്ങ് എന്താണ്, അത് 2 ഈക്വൽ ആണെന്ന് നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതിൽ ചെറിയ സംഖ്യ ഏത്, അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ചെറുതേതാ വലുതേതാന്ന് കണ്ടെത്താലോ. അപ്പോൾ നമ്മുടെ എക്സിന്റെ വാല്യൂ നമുക്ക് കണ്ടെത്താം. ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഇതിന് ഇപ്പുറത്തോട്ട് കൊണ്ടുപോകുന്നു. അപ്പോൾ 2 = 4x - 3x, അതായത് എക്സ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ നമുക്ക് ഒരു നമ്പർ കിട്ടി 2. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, ഒരു സംഖ്യ മറ്റൊരു സംഖ്യയുടെ 3 മടങ്ങിനേക്കാൾ 2 കൂടുതലാണ്. ഒരു സംഖ്യ നമുക്ക് കിട്ടി, എക്സ് ഏതാന്ന് കിട്ടി. അപ്പോൾ അടുത്ത സംഖ്യ ഏതായിരിക്കും, 3 × 2, 3x എന്നാണല്ലോ എഴുതിക്കണത്, +2 = 8.
അപ്പോൾ ഇത് ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല, ഇതിൻ്റെ ആവശ്യകത ഇല്ല. നമുക്കിവിടെ ഓൾറെഡി നമുക്ക് ഈ എക്സിന്റെ വാല്യൂ കിട്ടിയാൽ തന്നെ നമുക്ക് എന്തായി ഉത്തരമായി. ഇവിടെ 2 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഉത്തരമായി. ഇപ്പൊ വലിയ സംഖ്യ ഏത് എന്നാണ് ചോദ്യമെങ്കിൽ അപ്പൊ ഈ ഒരു സ്റ്റെപ്പും കൂടി വേണ്ടി വരും. അപ്പൊ എന്ത് ചെയ്യുക, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ എന്ത് ചെയ്യുക, ഒന്നില്ലെങ്കിൽ ഈ ഇക്വേഷനിലോ അല്ലെങ്കിൽ ഇതിലോ എന്ത് ചെയ്യുക, എക്സിന്റെ വാല്യൂ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ജസ്റ്റ് സിംപ്ലിഫൈ ചെയ്താൽ മാത്രം മതി. നമുക്ക് തന്നിട്ടുള്ള ആ ഒരു ക്വസ്റ്റ്യന് നമുക്ക് ഇങ്ങനെ വാചികമായിട്ട് ഒരു ബീജഗണിത രൂപത്തിൽ നമുക്ക് എഴുതാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ എന്താണ്, സുഖമായിട്ട് എന്ത് ചെയ്യാം, ആൻസർ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇതിൽ ചെറിയ സംഖ്യ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള 2 ആണ്. ഇനി അടുത്തത് 2 സംഖ്യകളുടെ ശരാശരി 11.5 അവയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 11.5 ആണെങ്കിൽ വലിയ സംഖ്യ ഹരണം ചെറിയ സംഖ്യ ഏത്? അപ്പൊ ഇതാണ് ചോദ്യം. ഇപ്പൊ നമുക്കിതിൽ ഇൻഡയറക്റ്റ് ആയിട്ട് തന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇൻഡയറക്റ്റ് ആയിട്ട് ഇപ്പോൾ ശരാശരി, 2 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത്, ഇപ്പൊ ശരാശരി കാണാനുള്ള സമവാക്യം അറിയാലോ, ആകെ തുക ബൈ എണ്ണാണ് ശരാശരി എന്ന് പറയുന്നത്. തുക ബൈ എണ്ണാണ്. അപ്പൊ നമുക്ക് തന്നിട്ടുണ്ട് എന്ത്, 2 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് എത്രയാണ്? 2 സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് 11.5 ആണ്. അപ്പോ തുക എന്ന് പറയുന്നത് ഇപ്പോ 2 സംഖ്യ, അപ്പൊ എക്സ് പ്ലസ് വൈ ഡിവൈഡഡ് ബൈ എണ്ണം 2. ഓക്കെ, എക്സ് പ്ലസ് വൈ ബൈ 2 ആണ് എന്ത്, 11.5 എന്ന് പറയുന്നത്. അപ്പോ എക്സ് പ്ലസ് വൈ എന്തായിരിക്കും വരിക, 11.5 ഇൻറ്റു 2. ഓക്കെ, 11.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 23 വരും. അപ്പോ നമുക്ക് എന്ത് കിട്ടി, ആദ്യത്തെ പോർഷൻ കിട്ടി, 2 സംഖ്യകളുടെ തുക കിട്ടി. നമുക്ക് അതിൽ വേറൊരു കാര്യം കൂടി തന്നിട്ടുണ്ട്, 2 സംഖ്യകളുടെ വ്യത്യാസം. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 11.5 ആണെന്നും തന്നിട്ടുണ്ട്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, എക്സ് പ്ലസ് വൈ നമ്മൾ കണ്ടുപിടിച്ചു. അവർ തന്നിട്ടുള്ള ഇതിൽ നിന്ന് ശരാശരി എന്ന് പറയുന്നത് തുക ബൈ എണ്ണാണ്. 2 സംഖ്യകളായതുകൊണ്ട് തന്നെ എക്സ് പ്ലസ് വൈ എന്നാക്കി. എക്സ് പ്ലസ് വൈ 2 സംഖ്യകൾ നമുക്ക് അറിയില്ല, ഏതൊക്കെയാണ് 2 സംഖ്യകൾ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ എക്സ് പ്ലസ് വൈ ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, 11.5 ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറക്കി എഴുതിയിട്ടുള്ളത്. അപ്പൊ എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 11.5 ആണ്. ഇനി ഈ 2 ഇക്വേഷനും കൂടി ആഡ് ആക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, എക്സിന്റെ വാല്യൂ കിട്ടും. അതായത് എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് കിട്ടി 23 ആണ്. എക്സ് മൈനസ് വൈ എന്ന് പറയുന്നത് 11.5 ആണ്. ഇനി എന്ത് ചെയ്യുക, ഇത് രണ്ടും കൂടി ആഡ് ആക്കി കഴിഞ്ഞാൽ ഈ വൈയുടെ ഭാഗം ക്യാൻസൽ ആയി പോകും. ഒരു പ്ലസ് വൈയും ഒരു മൈനസ് വൈയും കൂടി ആകുമ്പോൾ വൈയുടെ ഭാഗം എന്തായി, ക്യാൻസൽ ആയി പോകും. അപ്പൊ നമുക്ക് ഓരോ ഭാഗം കൂട്ടാം. 2x പ്ലസ്, ഇവിടെ പ്ലസ് 0 വരും, 2 വൈയും, ഒരു പ്ലസ് ആണ് ഇവിടെ മൈനസ് ആണ്, അത് രണ്ടും കൂടി ആഡ് ആകുമ്പോൾ വൈയുടെ ഭാഗം ഉണ്ടായി, ക്യാൻസൽ ആയി പോയിട്ടുണ്ട്. ഇനി അടുത്തതെന്ന് പറയുന്നത് 23 പ്ലസ് 11.5 എന്ന് പറയുന്നത് 34.5 എന്ന് കിട്ടി. 34.5. ഓക്കെ അല്ലേ? ഇനി എന്ത് ചെയ്യണം, എക്സ് എന്ന് പറയുന്നത്, ഇനി ഓപ്പോസിറ്റ് ഉള്ള 2നെ, ഇവിടെ ഉള്ള 2നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ 34.5 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത്, അതായത് നമ്മുടെ എക്സിന്റെ വില എന്ന് പറയുന്നത് ഇപ്പൊ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് 70.25 എന്ന് വന്നു. അപ്പൊ നമുക്ക് എക്സിന്റെ വാല്യൂ കിട്ടി 70.25. നമുക്ക് എന്താ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ, വലിയ സംഖ്യ ഡിവൈഡഡ് ബൈ ചെറിയ സംഖ്യ. നമുക്കൊരു ഡിവിഷൻ ആണ്. അപ്പൊ അതിൽ നമ്മൾ ഒരു നമ്പർ എന്ത് ചെയ്തു, കണ്ടുപിടിച്ചു, ഐഡന്റിഫൈ ചെയ്തു. ഇനി രണ്ടാമത്തെ നമ്പർ എന്ത് ചെയ്യുക, കണ്ടുപിടിക്കാൻ. രണ്ടാമത്തെ നമ്പർ കണ്ടുപിടിക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടില്ലല്ലോ, നമുക്ക് തന്നിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് എന്താണ്, എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് 23 ആണ്. അപ്പൊ എക്സിന്റെ വാല്യൂ കിട്ടി. അപ്പോ 70.25 പ്ലസ് വൈ എന്ന് പറയുന്നത് 23 ആണ്. അതായത് വൈ എന്ന് പറയുന്നത് 23 മൈനസ് 70.25 എന്ന് വന്നു. അപ്പൊ 70.25 എന്നാകുമ്പോൾ 5.7
5.75 എന്ന് വരും. അപ്പോൾ 5.75 ആണ് ഇതിൻ്റെ ഇതായിട്ട് വരുന്നത്, നമ്മുടെ വൈയുടെ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇനി എന്ത് ചെയ്താൽ മതി, നമുക്ക് രണ്ടാമത്തെ നമ്പർ ആയിട്ടുള്ള എക്സും കിട്ടി വൈയും കിട്ടി, രണ്ട് നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്താൽ മതി, ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ x/y എന്ന് പറയുന്നത് എന്താണ്, 70.25 ഡിവൈഡഡ് ബൈ 5.75. ദാറ്റ്സ് ഈക്വൽ ടു ഇത് ഡിവൈഡ് ചെയ്യുന്ന സമയത്ത് വലിയ സംഖ്യ ഹരണം ചെറിയ സംഖ്യ എന്ന് പറയുന്നത് നമുക്ക് ആൻസർ വരുന്നത് 3 ആണ്. അതായത് നമ്മുടെ ഓപ്ഷൻ ബി ആയിട്ടുള്ള 3 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നെ കാര്യങ്ങൾ തന്നിട്ടുണ്ട്, ഇപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തന്നിട്ടില്ല, പക്ഷെ നമുക്ക് കണ്ടുപിടിക്കാനുള്ള, നമുക്ക് ചെയ്യാനുള്ള ഹിൻറ്റും കാര്യങ്ങളുണ്ട്. ഒരു ശരാശരി തന്നിട്ടുണ്ട്, വ്യത്യാസം തന്നിട്ടുണ്ട്. ശരാശരിയിൽ നിന്ന് അതിൻ്റെ സമ്മ് കണ്ടെത്താൻ, ഇപ്പോൾ 2 നമ്പേഴ്സ് ആയതുകൊണ്ട് തന്നെ ആ 2 നമ്പേഴ്സ് തമ്മിലുള്ള സമ്മ് കണ്ടെത്താൻ അത്ര ബുദ്ധിമുട്ടില്ല. തന്നെ എന്ത് ചെയ്യുന്നു, വ്യത്യാസം കണ്ടുപിടിക്കുന്നു. വ്യത്യാസം നമുക്ക് തന്നിട്ടുണ്ട്, ആ 2 ഇക്വേഷൻ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇത് എന്ത് ചെയ്യുന്നു, ഇത് ഇക്വേഷൻ 1 എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇതെന്താണ്, ഇക്വേഷൻ 2 ആണ്. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്ത് സോർട്ട് ഔട്ട് ആക്കി എഴുതിയതാണ്. തന്നെ അത് എന്ത് ചെയ്യുന്നു, സോൾവ് ചെയ്യുന്നു. രണ്ടും കൂടി ആഡ് ചെയ്ത് നമ്മളൊരു നമ്പർ കണ്ടെത്തുന്നു, അതിൽ നിന്ന് രണ്ടാമത്തെ നമ്പറിലോട്ട് പോകുന്നു, ദെൻ ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ കാര്യങ്ങളെല്ലാം നമുക്ക് എന്തുണ്ട്, ചോദ്യ പേപ്പറിൽ തന്നെയുണ്ട്. നമ്മൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു, ആ ഒരു ക്വസ്റ്റ്യൻ കാണുന്ന സമയത്ത് നമ്മൾ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിലാണ് കാര്യം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള രീതിയിലും ചെയ്യാൻ പറ്റും, വളരെ എളുപ്പമായിട്ടുള്ള രീതിയിലും ചെയ്യാൻ പറ്റും. 2 രീതിയിൽ ചെയ്യാം. അപ്പോൾ 2.3 × 5.4 ഓക്കെ അല്ലേ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ എത്രയെന്നാണ് നമ്മുടെ ചോദ്യം വരുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് 2.3 × 5.3 × 5, ഈ 5.4 5/4 നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ. 5/4 എന്ന് പറയുന്നത് 5 × 5 × 5. 5നെ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതാണല്ലോ 5/4. ഇതിനെന്ത് ചെയ്തു, ഇത് മാറ്റാൻ കാരണം എന്ന് പറയുന്നത് ഇതിൻ്റെ പവറുകൾ ഒരുപോലെയാക്കാൻ. 2ന്റെ പവർ 3 ആണ്, അതേ പവറിലോട്ട് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് മൾട്ടിപ്ലൈ ചെയ്ത് ചെയ്യാനായിട്ട് പറ്റും, അതിന് യാതൊരു ബുദ്ധിമുട്ടില്ല. ഇത് കുറച്ചും കൂടി എളുപ്പമാക്കാൻ വേണ്ടി മാത്രമാണ്. ഈ പവറുകൾ ഒന്നാക്കി കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യുന്നത് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ 4 പ്രാവശ്യം മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്തു, 5/3 × 5 എന്നാക്കി. ഇതിന് 3നെ ഒരുമിച്ചാക്കി. ഇത് വില തെറ്റുണ്ടാ? തെറ്റില്ലല്ലോ. ഇതെന്ത് ചെയ്യുന്നു, നേരെ ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഇതിൽ അപ്ലൈ ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു. ഇപ്പം ഇതിൻ്റെ പവറുകൾ 3 എന്നാക്കി. ഇനി പവറുകൾ ഒന്നാക്കി കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, പവറുകൾ ഒന്നാക്കി കഴിഞ്ഞാൽ 2 × 5, ഇവിടുത്തെ 2ഉം ഇവിടുത്തെ 5ഉം ഓൾ പവർ 3 എന്ന് എഴുതി. ഓൾ പവർ 3 എന്ന് എഴുതി × 5. 2 × 5 എത്രയാണ്, 10 ആണ്. 10⁻3 × 5. 10⁻3 എന്ന് പറയുന്നത് 1000 ആണ്. 10 × 10 × 10 ദാറ്റ്സ് ഈക്വൽ ടു 1000 മൾട്ടിപ്ലൈഡ് ബൈ 5 ദാറ്റ്സ് ഈക്വൽ ടു 5000. ഇങ്ങനെയും ചെയ്യാം, അല്ലാതെ എങ്ങനെ ചെയ്യാം, 2⁻3 എന്ന് പറയുന്നത് 2 × 2 4 ആണ്. 4 × 2 എന്ന് പറയുന്നത് 8 ആണ്. ഓക്കെ. ഇനി അടുത്തത് 5⁻4. 5/4 5² എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ തന്നെ 5² 25. 5⁻3 എന്ന് പറയുന്നത് 125 ആണ്. ഇനി അടുത്തത് 5⁻6 എന്ന് 4 എന്ന് പറയുന്നത് 625 ആണ് വരിക. അപ്പോൾ എന്ത് ചെയ്യാം, അത് രണ്ടും കൂടി ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പോൾ 625 × 8 ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്ന ആൻസർ, നമുക്ക് കിട്ടാൻ പോകുന്ന ആൻസർ എന്ന് പറയുന്നത് നമുക്ക് 5000 കിട്ടും. ഇങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ പവറുകൾ ഈക്വൽ ആക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാനായിട്ട് സാധിക്കും. പവറുകൾ ഈക്വൽ ആക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു എളുപ്പം, ഇപ്പം ഇതാണെങ്കിലും ഇപ്പോൾ പവറുകൾ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ 2 പവർ 1
2 പവർ 2, 2 പവർ 3 അങ്ങനെ പവറുകൾ അറിയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടില്ല. ഇപ്പോൾ പവറുകൾ അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിലും എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഇതിനെ ഇങ്ങനെ 2 × 2 × 2 × 2, ഇനി അടുത്തത് 4 പ്രാവശ്യം 5. ഇങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ സുഖമാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരുപാട് ടൈം ചിലവാക്കാന്നുള്ളതല്ലല്ലോ. നമുക്ക് 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യനിൽ 15 മാർക്ക് മാത്സ് ആണ് വരുന്നത്. ആ ഒരു ടൈം മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് കിട്ടുന്ന ആ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എക്സാമിൽ നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു ചോദ്യം, 4/20 + 8/200 32/2000 തുല്യമായിട്ടുള്ള ദശാംശ സംഖ്യ ഏത്? അപ്പം നമുക്ക് തന്നിട്ടുള്ള ഒന്ന് എടുത്തെഴുതുന്നു. 4/20 + 8/200 + 32/2000. നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തെഴുതി. ഇനി ഈ ഒരു ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഛേദം അടിയിലുള്ള പോർഷൻ നമുക്ക് എല്ലാം ഒരുപോലെയാണെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒന്നും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ നമുക്കൊന്ന് ഒരുപോലെ ആക്കിയാലോ. അടിയിൽ ഇപ്പം നമ്മുടെ ഛേദം മുഴുവനും 2000 ആക്കിയാലോ. അപ്പോൾ ആക്കണമെന്നുണ്ടെങ്കിൽ അടിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ തന്നെ ഇപ്പോൾ 20നെ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, 2000 ആയി. അപ്പോൾ അടിയിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ മുകൾ ഭാഗത്തും മൾട്ടിപ്ലൈ ചെയ്യണം, എന്നാൽ മാത്രമാണ് അത് തുല്യമായിട്ട് മാറുള്ളൂ. അപ്പോൾ 4/20 എന്ത് ചെയ്യണം, മുകളിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, അടിയിൽ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇത് കാൽക്കുലേഷൻ എളുപ്പമാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഒരുപാട് ടൈം ഉണ്ടായിരിക്കും, നമ്മുടെ കയ്യിലുള്ള ഒരുപാട് സമയം നമ്മുടെ പോകും. അപ്പോൾ നമുക്ക് കുറച്ച് സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ മുമ്പിലുള്ള സമയത്ത് നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം. അപ്പോൾ ഇതിൻ്റെ ഛേദം തുല്യമാക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. കാരണം ഇവിടെ 100 കൊണ്ടാണെങ്കിൽ ഇവിടെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി, ഇവിടെ 10 കൊണ്ട് ചെയ്താൽ മതി. കാരണം അവിടെ 200 ഉണ്ട്. ഓക്കെ, പ്ലസ് 8 × 10 മുകളിൽ മൾട്ടിപ്ലൈ ചെയ്യണം, അതേപോലെ തന്നെ താഴെയും മൾട്ടിപ്ലൈ ചെയ്യണം. 200 × 10. ഇതിൽ മാറ്റമൊന്നും വരുത്തണ്ട, ഇവിടെ 2000 ആണല്ലോ. അപ്പോൾ 32/2000 എന്ന് വരും. അപ്പോൾ ഈ ഛേദമൊക്കെ ഒരുപോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഒരുപോലെ ആയിക്കഴിഞ്ഞാൽ മുകൾ ഭാഗം മുഴുവൻ എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി, അംശം മുഴുവനായിട്ട് കൂട്ടിയാൽ മതി. ഇപ്പോൾ ഇവിടെ നോക്കി 480 32. അപ്പോൾ ഇനി ഛേദമൊക്കെ ഒരുപോലെ ആയതുകൊണ്ട് തന്നെ 400 + 80 + 32 all divided by 2000. ഇത്ര എഴുതാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ഇനി ആയിക്കഴിഞ്ഞാൽ ഇനി അടുത്തൊരു സ്റ്റേജ് എന്ന് പറയുന്നത് തമ്മിലൊന്ന് ആഡാക്കി എഴുതിയാൽ മതി. ആഡാക്കി എഴുതുമ്പോൾ 480 522 എന്ന് വന്നു. 522 അല്ല 512. 512 ഡിവൈഡഡ് ബൈ 2000. 512/2000. അപ്പം ഇങ്ങനെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഒന്നും കൂടി ഒരു എളുപ്പത്തിന് എന്ത് ചെയ്യാം, ഈ 2000നെ 10 ഇപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇപ്പോൾ ഡിവൈഡഡ് ബൈ 10 ആണെങ്കിൽ ഇപ്പോൾ 5 ഡിവൈഡഡ് ബൈ 10 എന്നാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം 0.5. 6 ഡിവൈഡഡ് ബൈ 100 എന്നാണെങ്കിലോ 0.06. അതായത് ഇവിടെ 1 കഴിഞ്ഞിട്ട് 2 0. അപ്പം അതിൻ്റെ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിവൈഡ് ചെയ്യാതെ തന്നെ ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. ഈ 2000 എന്നുള്ളത് നമുക്കൊരു 10000 ആയിക്കഴിഞ്ഞാൽ, ഇപ്പം 1000 എന്തായാലും ആക്കാൻ പറ്റില്ല, 2000 എന്ന് പറയുന്നത് 10000 ആയിക്കഴിഞ്ഞാൽ നമുക്കൊന്നും കൂടി 1000 വേണമെങ്കിൽ ആക്കാം, അടിയിലും മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഇപ്പം മുകളിൽ ചെയ്യുന്ന അതേ ക്രിയ തന്നെ എന്ത് ചെയ്യണം, അടിയിലും ചെയ്യണം. അപ്പം അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. ഇപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം, സിമ്പിളാണ്. അപ്പോൾ 1000 ആക്കാൻ വേണ്ടി നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള, അതായത് ഇത് വെട്ടി ചെറുതാക്കുക അത്ര ചെയ്യുന്നുള്ളൂ. ഒരു ആൻസർ കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1000 വന്നു, വെട്ടി ചെറുതാക്കുന്നു. ഇവിടെയും 2 കൊണ്ട് പോകുന്ന സമയത്ത് 2 5 6 256. അപ്പോൾ ഇവിടെ നമുക്ക് വന്നിട്ടുള്ളത് 256 ഡിവൈഡഡ് ബൈ 1000. ഇനി ചെയ്യാൻ എളുപ്പമാണല്ലോ. ഇപ്പം ഇത്ര എത്തിക്കഴിഞ്ഞാൽ 1 കഴിഞ്ഞിട്ട്
3 പൂജ്യമാണുള്ളത്. അപ്പം ഇത്ര എത്തിക്കഴിഞ്ഞാൽ ചെയ്യാൻ എളുപ്പമാണല്ലോ. അപ്പോൾ 3 സ്ഥാനം വേണം. ഇപ്പം 256 എന്ന് പറയുന്നത് പോയിന്റ് കഴിഞ്ഞിട്ട് 3 സ്ഥാനം വരുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യണം, പോയിന്റ് ഇടണം. 1 2 3. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 0.256 ആണ്. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ സി ആയിട്ടുള്ള 256 ആണ് ഇതിൻ്റെ ആൻസർ വരുന്നത്. ഇത്രയ്ക്കുള്ളൂ കാര്യം. അതായത് നമ്മൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ടൈം കൺസ്യൂമിങ് ആയിട്ടും ചെയ്യാൻ പറ്റും, ടൈം ഇല്ലാതെയും ചെയ്യാനായിട്ട് പറ്റും. ഇതിപ്പോൾ അത്ര വലിയ കാര്യമില്ല. ഇതിൻ്റെ ഛേദങ്ങൾ മുഴുവനും ഈക്വലാക്കി അതിനുശേഷം എന്ത് ചെയ്യുന്നു, ആഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്കത് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പത്തിനായിട്ടൊന്ന് കട്ട് ഷോട്ട് ചെയ്യുന്നു. ഒന്നില്ലെങ്കിൽ കട്ട് ഷോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഒന്നുകൂടി മൾട്ടിപ്ലൈ ചെയ്തിട്ട് കുറച്ചും കൂടി ഇപ്പോൾ 1000 പകരം എൻ്റെ ഇത് 10,000 ആക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, 2005 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 10,000 കിട്ടും. അപ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, മുകളിലും ഇപ്പോൾ താഴെ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മുകളിലും മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എന്ന് പറഞ്ഞാൽ താഴെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ മുകളിലും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. നമ്മൾ വെട്ടി ചെറുതാക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു കൃത്യമായിട്ടുള്ള ആൻസർ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. ഒരു ജോലി ചെയ്തു തീർക്കാൻ ബാലു തനിച്ച് ചെയ്താൽ 10 ദിവസം, അതേപോലെ തന്നെ രാമു തനിച്ച് ചെയ്താൽ 15 ദിവസവും വേണം. രാമുവും ബാലുവും ജോലി ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ ജോലി തീർക്കാം? അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമല്ല. ഒരാൾക്ക് 10 ദിവസം, ഇപ്പോൾ രാമു ബാലു. അപ്പോൾ ആദ്യത്തെ ആൾക്ക് 10 ദിവസം, രണ്ടാമത്തെ ആൾക്ക് 15 ദിവസം. അപ്പോൾ 2 പേരുടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരാൾ ഇത്ര ദിവസം കൊണ്ട് ചെയ്ത ജോലി മറ്റേ ആൾ ഇത്ര ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ 2 പേരും ആ ഒരു ജോലി ഒരുമിച്ച് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീർക്കാനായിട്ട് സാധിക്കും? ആ ഒരു രീതിയിലുള്ള പാറ്റേണിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. x × y ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇപ്പോൾ എക്സ് എന്ന് പറയുന്നത് ആദ്യത്തെ ആള്, y എന്ന് പറയുന്നത് രണ്ടാമത്തെ ആള്. ഇപ്പോൾ നമുക്ക് ആദ്യത്തെ ആള് എത്ര ദിവസം കൊണ്ടാണ് ആ ഒരു പണി ചെയ്ത് തീർക്കുന്നത് എന്നാണ് എക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. y കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ടാമത്തെ ആള് എത്ര ദിവസം കൊണ്ടാണ് ആ പണി ചെയ്ത് തീർക്കുന്നത്. അപ്പോൾ ആ ചെയ്ത് തീർക്കുന്ന പണിയുടെ ദിവസങ്ങളുടെ എണ്ണമാണ് നമ്മളിവിടെ ആഡ് ആക്കേണ്ടത്. നമുക്കറിയാം ആദ്യത്തെ ആള് ആ ഒരു പണി ചെയ്യാനായിട്ട് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ആണ്. രണ്ടാമത്തെ ആള് പണി ചെയ്യാനായിട്ട് എടുക്കുന്ന ദിവസങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 15 ആണ്. മൾട്ടിപ്ലൈഡ് ബൈ 50 ദെൻ ഓൾ ഡിവൈഡഡ് ബൈ എൻ്റെ എണ്ണം 10+. അപ്പോൾ ആദ്യത്തെ ആള് പണി ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് 10 ആണ്. 10+ അടുത്തത് 15, അതായത് 150 ഡിവൈഡഡ് ബൈ 25 ദാറ്റ്സ് ഈക്വൽ ടു 6. അപ്പോൾ ആ 2 പേര്, ഒരാൾ 10 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്ന ജോലി മറ്റേ ആൾ 15 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അതേ ജോലി തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 പേരും ഒരുമിച്ച് ആ ഒരു ജോലി ചെയ്ത് തീർക്കാൻ എന്ത് ചെയ്താൽ മതി, 6 ദിവസം മതിയാവും. അതായത് നമ്മുടെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള 6 ആണ് ആൻസർ. ഇതൊക്കെ വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. ഈ ഒരു ഇക്വേഷൻ അറിയുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല. അടുത്തൊരു ചോദ്യം. ഇത് കാണുമ്പോൾ തന്നെ എന്തൊക്കെയോ പോലെ തോന്നുന്നുണ്ടാവും, വലിയൊരു ചോദ്യം പോലെ. കാരണം ഡെസിമൽ നമ്പർ ആണ്, പോയിന്റുള്ള നമ്പർ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിക്കണ്ടേ എന്നുള്ളൊരു രീതിയിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. പക്ഷെ അത് മൾട്ടിപ്ലൈ ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കണ്ടെത്താനായിട്ട് പറ്റും. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്ത് കണ്ടുപിടിച്ച് ക്യൂബ് എന്ന് പറയുമ്പോൾ 3 പ്രാവശ്യം 10.1 × 10.1 × 10.1, അതേപോലെ 2.9 × 2.9 × 2.9 എന്ന് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. അതെങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടത് നമ്മുടെ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ. ഈ ഒരു ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യൻ സുഖമായിട്ട് സോൾവ് ചെയ്യാം. അപ്പോൾ ആ ഒരു ഫോർമാറ്റിലാണ് ഇപ്പോൾ ഈ പറഞ്ഞ സംഭവം. ഇപ്പോൾ നമ്മൾ മുകളിൽ പറഞ്ഞിട്ടുള്ളതെന്ന് പറയുന്നത് 10.1 ഓൾ ക്യൂബ് പ്ലസ് 2.9 ഓൾ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ 10.1 × 10.1 പ്ലസ് 2.9 × 2.9. അതേപോലെ തന്നെ ഇവിടെ വരുന്നത് 29.29.
ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് സ്പ്ലിറ്റ് ആക്കി എഴുതിയാലോ? ഇതേപോലെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ഈ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലെ x³ + y³ എന്ന് പറയുന്ന ആ ഒരു ഇക്വേഷന്റെ ഫോർമാറ്റിലോട്ട് നമ്മൾ 10.1 ഹോൾ ക്യൂബ് പ്ലസ് 2.9 ഹോൾ ക്യൂബ് എന്ന് പറയുന്നതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ ഒരു ഫോർമാറ്റിലോട്ട് ചേഞ്ച് ചെയ്യുന്നു. 10.1 അത് നമ്മൾ പ്ലസ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ 10.1 പ്ലസ് 2.9 ഇൻറ്റു ഇനി അടുത്ത് എന്ത് ചെയ്യുന്നു? 10.1 സ്ക്വയർ പ്ലസ് 2.9 സ്ക്വയർ മൈനസ് 10.1 ഇൻറ്റു 2.9. നോക്കിയേ, 10.1 ഇൻറ്റു 10.10 അതന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ നോക്കിയേ, ഈ സെയിം സാധനം തന്നെയല്ലേ ഇവിടെ വന്നിട്ടുള്ളത്. ഈ സെയിം സാധനമാണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ വന്നിട്ടുള്ളത്. കണ്ട 2 ഇൻറ്റു 2.9 ഇൻറ്റു 2.9 2.9 സ്ക്വയർ. ഓക്കെ, അതേപോലെ തന്നെ ഇപ്പുറത്ത് 10.1 ഇൻറ്റു 2.9 അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ആണ് മുകളിലും വന്നിട്ടുള്ളത്. ഓൾ ഡിവൈഡഡ് ബൈ ഈ സെയിം സാധനം വരും. അപ്പോൾ ഇത് വീണ്ടും എന്ത് ചെയ്യുന്നു? എടുത്തെഴുതുന്നു. 10.1 ഇൻറ്റു 10.1. അപ്പോൾ ഇത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഇത് അണ്ടർലൈൻ ചെയ്തിട്ടത്. ഡിവൈഡഡ് ബൈ എന്നുള്ള രീതിയിലല്ല, അപ്പോൾ ഇത് മനസ്സിലാക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? സ്പ്ലിറ്റ് ചെയ്തിട്ട് എഴുതുന്നു. അപ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് ചെയ്യുന്നു? അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതുന്ന സമയത്ത് എന്നുണ്ടാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നേരെ സ്പ്ലിറ്റ് ആക്കി കഴിഞ്ഞാൽ എന്തായിരിക്കും വരിക? അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂഷൻ ആക്കി എഴുതാം. x³ + y³ = x + y into ഈ ചോദ്യം പറഞ്ഞ് അപ്പുറത്തെ സ്ലൈഡിലോട്ട് പോകുന്ന ഭാഗത്ത് വെച്ചിട്ട് കട്ട് ചെയ്തോളൂ. പിന്നെ അത് മായ്ഞ്ഞു പോയി, അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ തുടങ്ങുമ്പോൾ ഈ ഒരു സ്ലൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും മതി, റൈറ്റ് ചെയ്യുന്ന ആ ഒരു ഭാഗത്തുനിന്ന്. അപ്പോൾ നമ്മുടെ x³ + y³ എന്ന് പറയുന്നത് x + y ഇൻറ്റു x² + y² മൈനസ് xy. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ നമുക്ക് തന്നിട്ടുള്ള 10.1 ക്യൂബ് പ്ലസ് 2.9 ക്യൂബ് ഈ സംഭവം നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിനെന്ത് ചെയ്യുന്നു? നമ്മൾ ഇതേപോലെ സ്പ്ലിറ്റ് ആക്കി എഴുതുന്നു. സ്പ്ലിറ്റ് ആക്കി എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് ആൻസറിലോട്ട് എത്താനായിട്ട് പറ്റും. 10.1 പ്ലസ് 2.9 ഇൻറ്റു മൾട്ടിപ്ലൈഡ് ബൈ ഈ പറഞ്ഞ ഫോർമാറ്റിൽ എഴുതുമ്പോൾ 10.1 സ്ക്വയർ പ്ലസ് 2.9 സ്ക്വയർ മൈനസ് 10.1 ഇൻറ്റു 2.9. ഓക്കെ, നമ്മൾ മുകളിലത്തെ ഭാഗം എന്ത് ചെയ്യുന്നു? ഈ ഇക്വേഷൻ വൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ആക്കിയിട്ട് എഴുതുന്നു. ഇനി അടിയത്തെ ഭാഗം നമുക്ക് തന്നിട്ടുള്ളത് 10.1 ഇൻറ്റു 10.1 പ്ലസ് 2.9 ഇൻറ്റു 2.9 അതേപോലെ മൈനസ് 29.29. ഇത്രയും ഭാഗം നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? തന്നിട്ടുണ്ട്. അപ്പോൾ ഈ തന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ സെയിം സാധനം നോക്കിയേ, ഈ മുകളിലുള്ള സെയിം സംഭവം തന്നെയാണ് അടിയിൽ കിടക്കുന്നത്. അപ്പോൾ 10.1 സ്ക്വയർ എന്ന് പറയുന്നത് തന്നെയല്ലേ 10.1 ഇൻറ്റു 10.1. അതേപോലെ തന്നെ ഇവിടെ
2.9 സ്ക്വയർ അത് തന്നെയല്ലേ 2.9 ഇൻറ്റു 2.9 എന്ന് പറയുന്നത്. അതേപോലെ ഈ സംഭവത്തിനെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു ടേം കിട്ടും. ഇതും എന്ത് ചെയ്യുന്നു? ക്യാൻസൽ ആയി പോയി. അപ്പോൾ നമുക്ക് ഈ ഒരു ഹാർഡ് ആയിട്ടുള്ള ആ ഒരു മൾട്ടിപ്ലിക്കേഷനോ അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ലാസ്റ്റ് ബാലൻസ് ആയിട്ട് വരുന്നത് 10.1 പ്ലസ് 2.9 ആണ്, അതായത് 13 ആണ്. അപ്പം ഇത്രയ്ക്കാണ് വരുന്നത്. ഇതൊക്കെ കട്ടായി പോകും. ഈ ഒരു സംഭവങ്ങൾ ഫുള്ള് കട്ടായിട്ട് പോകും. അപ്പോൾ അത് നമ്മൾ ചെയ്ത് വെറുതെ ടൈം കൺസ്യൂമിങ് ആയിട്ട് കളയേണ്ട ആവശ്യമില്ല. അപ്പം ഇത്രയും ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഇപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ എന്നാണെങ്കിൽ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് എക്സ് പ്ലസ് വൈ ആയിരിക്കും. ഈ ഒരു ഇക്വേഷൻ ആലോചിച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഈ നേരത്തെ ചെയ്തിട്ടുള്ള ആ ഒരു ഇതിൽ നിന്നാണ് ഈ ഒരു ഇക്വേഷനിലോട്ട് എത്തുന്നത്. അപ്പോൾ എക്സ് ക്യൂബ് പ്ലസ് വൈ ക്യൂബ് ഓൾ ഡിവൈഡഡ് ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ മൈനസ് എക്സ് വൈ എന്നാണെങ്കിൽ എന്ത് ചെയ്താൽ മതി? എക്സ് പ്ലസ് വൈ എന്ന് ആക്കിയാൽ മതി. എക്സ് പ്ലസ് വൈ എന്ന് മാത്രം ചെയ്താൽ മതി. ഇത് മുഴുവനായിട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ഓപ്ഷൻ ഡി ആയിട്ടുള്ള 13 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? സിമ്പിൾ ആയിട്ട് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അടുത്തൊരു ചോദ്യം എന്ന് പറയുന്നത് സീനയും മീനയും 2:3 എന്ന അംശബന്ധത്തിൽ ഒരു തുക ഭാഗിച്ചപ്പോൾ കിട്ടിയതിനേക്കാൾ 804 രൂപ കൂടുതലാണ് അതേ തുക 4:5 എന്ന് പറയുന്ന അംശബന്ധത്തിൽ ഭാഗിച്ചപ്പോൾ സീനയ്ക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എങ്കിൽ അവർ ഭാഗിച്ച തുക എത്ര? അപ്പോൾ ഇത് നോക്കിയേ, 2.3 4.1 രണ്ട് റേഷ്യോ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഒന്ന് 2.3 ആണ് ഒന്നാമത്തത്, രണ്ടാമത്തത് എന്ന് പറയുന്നത് 4.1 ആണ്. അപ്പോൾ 2 + 3 എന്ന് പറയുന്നത് 5 ആണ്. അതുപോലെ തന്നെ 4 + 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആയിട്ട്, ഇത് രണ്ടിന്റെ അംശബന്ധത്തിന്റെ രണ്ട് നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യുന്ന സമയത്ത് 5 ആണ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വേയിൽ എന്ത് ചെയ്യാം? ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ സീന അതുപോലെ തന്നെ മീന. അപ്പോൾ 2:3 പിന്നെ ഭാഗിച്ചപ്പോൾ വന്നത് 4:1. അപ്പോൾ ഇത് ഭാഗിച്ച സമയത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ സീനയ്ക്ക് ഇപ്പോൾ ആദ്യം 2 ഭാഗമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, പിന്നെ എന്ന് പറയുന്നത് 4 ഭാഗമായി. അപ്പോൾ ഇവിടെ വന്നിട്ടുള്ള സീനയുടെ വ്യത്യാസം എന്ന് പറയുന്നത് 2 ഭാഗം കൂടി. ആ ഒരു എമൗണ്ട് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ആ 2 ഭാഗം എന്ന് പറയുന്നത് എത്രയാണ് കൂടിയത്? 2 ഭാഗം കൂടുക എന്ന് പറഞ്ഞാൽ 804 കൂടി. 804 കൂടിയിട്ടുണ്ട്. അപ്പോൾ 2x എന്ന് പറയുന്നത് 804 ആണ്. എക്സ് എന്ന് പറയുന്നത് 804 ഡിവൈഡഡ് ബൈ 2 ദാറ്റ്സ് ഈക്വൽ ടു 402. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് തുകയാണ്. അത് ഈ ഒരു ഇതിന്റെ മൊത്തം 5 ആണ്. അതിലൊരു ഭാഗം നമ്മൾ കണ്ടെത്തി. ഒരു ഭാഗം എന്ന് പറയുന്നത് 402 ആണ്. അത് നമ്മൾ കണ്ടെത്തി. ഇനി അടുത്ത് എന്ത് ചെയ്താൽ മതി? 402 ഗുണിക്കണം ഇതിന്റെ 5 മടങ്ങാണല്ലോ. നമ്മൾ ആദ്യം ഇതിന് നമുക്ക് തന്നിട്ടുള്ള വ്യത്യാസമായിട്ടുള്ള 2x എന്ത് ചെയ്തു? 2x നമുക്ക് തന്നിട്ടുണ്ട്. ആ 2xൽ നിന്ന് അതിന്റെ ഒരു ഭാഗം 5-ൽ-1 ഭാഗം എത്രയാണെന്ന് കണ്ടുപിടിച്ചു. 5-ൽ-1 ഭാഗം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 5 ഭാഗം എന്ത് ചെയ്യാം? കണ്ടെത്താനായിട്ട് എളുപ്പമാണ്. 402 × 5 എന്ന് പറയുന്നത് 2010 ആണ് ആൻസർ വരുന്നത്. അതായത് നമ്മുടെ ഓപ്ഷൻ എ ആയിട്ടുള്ള 2010 ആണ്. അപ്പൊ നമ്മളിവിടെ ഇങ്ങനെ ചെയ്യാനുള്ള ഒരൊറ്റ റീസൺ ഉള്ളൂ. ഈ 2 അംശബന്ധങ്ങൾ തമ്മിൽ ആഡ് ചെയ്യുന്ന സമയത്ത് 5 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. അല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടി വളഞ്ഞ് മൂക്ക് പിടിച്ച മെത്തേഡാണ്. പക്ഷെ അതിനേക്കാളും നമുക്ക് നമ്മുടെ PSC എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് മുമ്പിലുള്ള ആ ഒരു സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഓരോ ക്വസ്റ്റ്യനും നമ്മൾ ഇടുന്ന സമയം, നമ്മളിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള ചോദ്യങ്ങൾ ഇപ്പോൾ 100 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള സമയം നമുക്ക് ലഭിക്കില്ല. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും മാക്സിമം എത്ര കട്ട് ഷോർട്ട് ആക്കി ചെയ്യാൻ പറ്റും അതിലിരിക്കും നമുക്ക് ആ ഒരു ആൻസറിങ് എന്ന് പറയുന്നത്. ഇപ്പം എല്ലാവരും സംബന്ധിച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയയാണ് മാത്സ് എന്ന് പറയുന്നത്. ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ആ ഒരു ഏരിയയിലോട്ട് കടന്നു കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയില്ല. അല്ലാതെ തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ചെറിയ ചെറിയ എറേഴ്സൊക്കെ നമ്മളവിടെ സ്റ്റെക്കായിട്ട് നിൽക്കും. നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങൾ അറിയാത്തതുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത്, അപ്പോൾ അറിയുന്ന കാര്യങ്ങൾ എന്ത് ചെയ്താൽ ആ ഒരു ആൻസർ അവിടെ കാണാനില്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചില ഏരിയാസിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റെക്ക് ചെയ്ത് നിൽക്കും. അതേപോലെ തന്നെയാണ് മാത്സിനെ സംബന്ധിച്ച്. നമ്മൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇരുന്ന് കഴിഞ്ഞാൽ സമയം എന്ന് പറയുന്നത് ദാന്ന് പറഞ്ഞിട്ട് പോകും. പെട്ടെന്ന് തന്നെ ഓരോ സമയം കടന്നു പോകും. അപ്പോൾ എത്രയും ഷോർട്ടാക്കി ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്സിന് 15 മാർക്ക്, അത്രയും ഇതായിട്ടുള്ളത് 100-ൽ 15 മാർക്ക് എന്ന് പറയുന്നത് മാത്സിന്റെ ഭാഗത്താണ്. 15-ലൊരു 12 നമുക്ക് എന്ത് ചെയ്യണം, സ്കോർ ചെയ്യാനായിട്ട് പറ്റണം. മാത്സിനെ സംബന്ധിച്ചിടത്തോളം ചെയ്യാൻ അറിയുന്ന ഏതൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരം കിട്ടും. മെത്തേഡ് അറിയോ, ആൻസർ കിട്ടിയിരിക്കും. അപ്പം അത് തെറ്റോ എന്നുള്ളൊരു ഇത് ഇല്ല. ആ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഈ ഒരു വേയെ പറ്റത്തുള്ളൂ. ആ ഒരു വേ തന്നെ എന്ത് ചെയ്യണം, നമ്മൾ ചെയ്യണം. 2000 രൂപയ്ക്ക് ഒരു മാസത്തേക്കുള്ള സാധാരണ പലിശ എന്ന് പറയുന്നത് 15 രൂപയാണെങ്കിൽ പലിശ നിരക്ക് എത്ര? അപ്പൊ നമ്മുടെ I = PNR/100. ഇതിൽ നമുക്ക് I എന്ന് പറയുന്നത്, നമ്മുടെ പലിശ എന്ന് പറയുന്നത് 15 തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ P എന്ന് പറയുന്നത് 2000 ആണ്. നമ്പർ ഓഫ് ഇയർ എന്ന് പറയുന്നത് നമുക്ക് 6 കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നമുക്ക് ഒരു മാസത്തേക്കായതുകൊണ്ട് തന്നെ ഇയറിന് പകരം 1/12 12 മാസത്തിൽ ഒരു മാസം എന്നുള്ള രീതിയിൽ 1/12. അതുപോലെ തന്നെ ഈ 6 കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് I അറിയാം, P അറിയാം, N അറിയാം. പിന്നെ കണ്ടുപിടിക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. I = PNR/100. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് 15 = P എന്ന് പറയുന്നത് 2000 ആണ്. 2000 × N, നമ്പർ ഓഫ് ഇയർ 1/12 × R/100. R/100 ഇപ്പൊ നമ്മൾ കോമൺ ആയിട്ട് ഈ ഒരു 100 ഇട്ടു എന്ന് വിചാരിക്കും. 100 ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഈ ഒരു 100 എന്ന് പറയുന്നത് മുകളിലോട്ട് എത്തും. അപ്പൊ അതുകൊണ്ടാണ് ഇത് R/100 എന്നായിട്ടുള്ളത്. നമുക്കിതൊന്ന് കട്ട് ഷോട്ട് ചെയ്യാനായിട്ട് പറ്റും. കട്ട് ഷോട്ട് ചെയ്യാം. ഈ 2 0യും ഈ 2 0യും നമുക്ക് എന്ത് ചെയ്യാം, കട്ട് ചെയ്യാം. ഇനി അടുത്തെന്ന് പറയുന്നത് ഈ 20ഉം 12ഉം. 20ഉം 12ൽ നമുക്ക് എന്ത് ചെയ്യാം, 2 പോകും. 2 പോകുന്നത് 2ഉം പോകും. അതുപോലെ തന്നെ 4ഉം പോകും. 4 12ൽ 3 പ്രാവശ്യം പോവും. 20ലാകുമ്പോൾ 5 പ്രാവശ്യം പോവും. ഇത്രയും വെട്ടി ചെറുതായിട്ടുണ്ട്. അപ്പൊ 15 = 5 × 1/3. 5 × 1/3 × 6. നമുക്ക് ഇവിടെ നിന്നുള്ള ഓരോ ആൾക്കാരും എന്ത് ചെയ്യുക, ഓപ്പോസിറ്റ് സൈഡിലോട്ട് കൊണ്ടുപോവുക. ഇവിടെ ഡിവിഷൻ ആയിരുന്നു 3, ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകും മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് മാറും. 15 × 3 = ഇവിടെ 1/3 പോയി. 3 എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ അത് മൾട്ടിപ്ലിക്കേഷൻ ആയി. മുകളിലുള്ള 1 പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ലല്ലോ. അപ്പോൾ 5 6 ഇത്ര എത്തിയിട്ടുണ്ട്. അപ്പോൾ 45 എന്ന് പറയുന്നത്. അപ്പൊ ഇനി R = 15 × 3 45. 45 / 5 ദാറ്റ്സ് = 9%. നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്ക് എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് തെറ്റുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഒരൊറ്റൊരു കാര്യമുള്ളൂ. ഒരു മാസത്തേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 1 എന്ന് മാത്രം കൊടുത്തു കഴിഞ്ഞാൽ എന്താവും, ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റും. ഒന്നില്ലെങ്കിൽ 1/12 കൊടുക്കണം. ഒരു മാസം അല്ലെങ്കിൽ 2 മാസം എന്ന് പറഞ്ഞാൽ 2/12. അപ്പൊ ആ ഒരു രീതിയിൽ എന്ത് ചെയ്യണം, എടുക്കണം. ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. 9%, ഓപ്ഷൻ C ആയിട്ടുള്ള 9% ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അടുത്തൊരു ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏറ്റവും വലിയ സംഖ്യ ഏത്? അപ്പൊ ഏറ്റവും വലിയ സംഖ്യ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒക്കെ ഡെസിമൽ നമ്പേഴ്സ് ആണ്. ഈ ഒരു നമ്പേഴ്സ് നോക്കിയിട്ട് ഇതിൽ ഏതാ വലുത് എന്ന് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ടാസ്ക് ആണ്. അപ്പൊ നമുക്ക് നോക്കാം സിമ്പിളായിട്ട്. ഇപ്പൊ ഇതിൽ നോക്കിയേ, പോയിന്റുകളൊക്കെ ഒന്ന് വിട്, പോയിന്റ് ഇല്ല എന്ന് ചിന്തിക്കുക. പിന്നെ ഇവിടെ ഉള്ളതാകെ 1 ആണ്. 1 × 1 1. ഓക്കെ. ഇനി ഇവിടെ 101 × 1 101 × 1 എന്താണ് വരിക, 101 തന്നെ വരും. അടുത്തത് ഇവിടെ 101 × 1 അതെന്താണ് വരിക, 101. ഏതൊരു സംഖ്യയും 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും. അത്രേ ഉള്ളൂ. 10 × 1 10 × 1 എന്ന് പറയുന്നത് 10 തന്നെയാണ്. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇത്രയ്ക്കുള്ളൂ. ഇനി ചെയ്യേണ്ട കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കുക. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സ്ഥാനം പോയിന്റ് കഴിഞ്ഞ് ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം
അവിടെ 3 സ്ഥാനം. അപ്പൊ ഇവിടെ നമുക്ക് 1 മാത്രമാണ് ഉള്ളത്. അപ്പൊ മൊത്തം നമുക്ക് 2ഉം 3ഉം 5 സ്ഥാനങ്ങൾ വേണം. അപ്പൊ 5 സ്ഥാനം ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു 3 0 3 അല്ല 4 0 ഇട്ട് കൊടുക്കുന്നു. 0.00001. ഓക്കെ, ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ 3 സ്ഥാനം, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3ഉം അവിടെ 2ഉം, ടോട്ടൽ 5 സ്ഥാനം വേണം. 5 സ്ഥാനം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കിയേ 1 2 3 ആയിട്ടുള്ളൂ. അപ്പോൾ 2 സ്ഥാനത്തിന് 2 0 ഇട്ട് കൊടുത്തു. അപ്പോൾ 0.00101. ഇവിടെ നോക്കിയേ, ഇവിടെ 3 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, 6 സ്ഥാനം വേണം. നോക്കിയേ 1 2 3 3 ഉള്ളൂ. 6 ആവണമെങ്കിൽ അഗൈൻ എന്ത് ചെയ്യണം, ഒരു 3 0 കൂടി ഇട്ട് കൊടുക്കണം. അപ്പോൾ 0.00101. ഇവിടെ നോക്കിയേ, ഇവിടെ 2 സ്ഥാനം, ഇവിടെ 3 സ്ഥാനം, മൊത്തം എന്ത് ചെയ്യണം, ഇപ്പം മൊത്തം 5 സ്ഥാനം വേണം. ഇവിടെ നോക്കി, ഇവിടെ 2 സ്ഥാനമല്ലേ ഉള്ളൂ. ഇനി ഒരു 3 കൂടി എന്ത് ചെയ്യുന്നു, ഇട്ട് കൊടുക്കുന്നു. അപ്പൊ ഡെസിമൽ നമ്പേഴ്സിനെ സംബന്ധിച്ചിടത്തോളം പോയിന്റിന് ശേഷം എത്ര എഴുത്താണ് നമ്പർ വരുന്നത് എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചാണ് അത് വലിയ നമ്പർ ആവുക. ഇപ്പൊ നോക്കിയേ, 0 കഴിഞ്ഞിട്ട് ഏറ്റവും 5ാമത്തെ സ്ഥാനത്താണ് 1 വരുന്നത്. അത് കുറച്ച് ചെറിയ നമ്പറാണ്. ഇവിടെ 0 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 3ാമത്തെ സ്ഥാനം, 1 2 3, അങ്ങോട്ട് നോക്കുമ്പോൾ 3ാമത്തെ സ്ഥാനമാണ്. ഇവിടെ നോക്കി 1 2 3 4ാമത്തെ സ്ഥാനത്താണ് നമ്പർ വരുന്നത്. ഇവിടെ നോക്കി, ഇവിടെയും 4ാമത്തെ സ്ഥാനത്താണ്. അതായത് ഇവിടുത്തെ ബിഗ്ഗസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 3ാമത്തെ സ്ഥാനത്ത് വരുന്ന ഈ ഒരു നമ്പർ, അതായത് ഓപ്ഷൻ ബി ആയിട്ടുള്ള 0.101 × 0.01 എന്ന് പറയുന്നതാണ് ഇതിലെ ലാർജസ്റ്റ് നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഭിന്നസംഖ്യയല്ല ദശാംശ സംഖ്യകളുടെ മൾട്ടിപ്ലിക്കേഷൻ വരുന്ന സമയത്ത് എന്ത് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ പോയിന്റിന്റെ സ്ഥാനങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റ് ചെയ്യുക. അപ്പോൾ ആദ്യം എന്ത് ചെയ്യേണ്ട, നമുക്ക് ഈ ഒരു പോയിന്റ് കഴിഞ്ഞിട്ടുള്ള നമ്പേഴ്സ് ഒന്നും പോയിന്റേ കൺസിഡർ ചെയ്യേണ്ട. മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം പോയിന്റ് എന്ത് ചെയ്താൽ മതി, കൺസിഡർ ചെയ്താൽ മതി. ഇവിടെ 5 എന്നുള്ളത് ഇവിടെ 5 ആക്കാം, ഇവിടെ 5 അവിടെ 5, പിന്നെ ഇവിടെ 6 ആകുമ്പോൾ 6 ആക്കാം. കൃത്യമായിട്ട് ഇവിടെ എത്ര സ്ഥാനങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും സ്ഥാനങ്ങൾ ഇവിടെ കൊടുക്കണം. ഇവിടെ 4 എണ്ണമാണ് ഉള്ളതെങ്കിൽ അവിടെ 4 എണ്ണം വേണം. ഇപ്പൊ ഫ്രണ്ടിലോട്ട് 4 എണ്ണം എടുക്കാനില്ല എങ്കിൽ മുമ്പിലോട്ട് എന്ത് ചെയ്യണം, 0 എടുത്തിടുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുക. അടുത്തൊരു ചോദ്യം, 1 + 2 + 3 + എക്സെട്ര 50 വരെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 1275 കിട്ടും. എങ്കിൽ 3 + 6 + 9 അങ്ങനെ പോയി 150 വരെ ചെയ്താൽ എത്രയാണ് ആൻസർ? നമുക്ക് ഒരു എക്സാം ഹാളിൽ നിന്നിട്ട് ഇത് ഫുള്ള് കൂട്ടി നോക്കാന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമൊന്നുമല്ല. ഇതിൽ നമുക്ക് തന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ 1 + 2 + 3 + എക്സെട്ര 50 എന്ന് പറയുന്നത് 1275. അത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് 3 + 6 + 9 എക്സെട്ര 150 വരെ. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്ന് പറയുന്നത് 3 + 6 അതുപോലെ തന്നെ 9 + എക്സെട്ര 150 വരെ. അപ്പം ഇതിലൊരു കാര്യമുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലോട്ട് കടക്കാനായിട്ട് പറ്റും. നോക്കിയേ, 1 × 3 ആണ് ഇവിടെ, 2 × 3, 4 അല്ല, 2 × 3, ഇവിടെ 3 × 3, അങ്ങനെയാണ് പോകുന്നത്. 3ന്റെ മൾട്ടിപ്പിൾസ് ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്, 50 × 3. ഇപ്പൊ എല്ലാത്തിലും എന്ന് പറയുന്നത് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത് 3 ആണ്. ആ 3നെ എന്ത് ചെയ്യുക, പുറത്തോട്ട് എടുക്കുക. 3നെ പുറത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 3 പോയി കഴിഞ്ഞാൽ 1 × 3 3, 2 × 3 6, 3 × 3 9 + എക്സെട്ര അങ്ങനെ പോയിട്ട് 50. നോക്കിയേ, നമുക്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി, 1 + 2 + 3 + എക്സെട്ര 50 വരെയുള്ളതിനെ അതിന്റെ ആൻസറിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് പറ്റും. അപ്പോൾ ഇതിന്റെ ആൻസർ നമുക്ക് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്, വെറുതെ സമയം കളയേണ്ട ആവശ്യമില്ല. ഈ ആൻസർ എന്ത് ചെയ്യുക, 3 × 1275 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. അപ്പൊ ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. – 1825 നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത്. അതായത് നമ്മുടെ 1000 അല്ല 3000.
3825. അതായത് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു സംഭവത്തിൽ നിന്ന് നമുക്ക് തന്നിട്ടുള്ള ഈ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ ഒരു ആൻസറിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പൊ ജസ്റ്റ് നമ്മൾ ആ ചിന്തിക്കാനുള്ള അതിങ്ങനെയാണ്. ഇപ്പോൾ 1നെ 3 കൊണ്ട് ഗുണിച്ചാൽ 3, 2നെ 3 കൊണ്ട് ഗുണിച്ചാൽ 6, 3നെ 3 കൊണ്ട് ഗുണിച്ചാൽ 9, 50നെ 3 കൊണ്ട് ഗുണിച്ചാൽ 150 എന്നുള്ള ആ ഒരു സംഭവം നമുക്ക് ഓർത്തെടുക്കാൻ പറ്റിയിട്ടുണ്ടോ, കണ്ടപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം, നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാനായിട്ട് പറ്റും. 2.5 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 10,000 ലിറ്റർ വെള്ളം കൊള്ളുമെങ്കിൽ അതിന്റെ ഉയരം എത്രയായിരിക്കും? ഈ ഒരു ചോദ്യത്തെ സംബന്ധിച്ചിടത്തോളം ഈ ചോദ്യത്തിന്റെ ആൻസർ ഈ ഒരു ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കി വെക്കാം, ചെയ്യാന്ന് മാത്രം. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് നീളം എന്ന് പറയുന്നത് 2.5 മീറ്റർ ആണ്. നമുക്ക് തന്നിട്ട് 10,000 ലിറ്റർ. 10,000 ലിറ്ററിന് എന്ത് ചെയ്യുന്നു, നമ്മൾ മീറ്റർ ക്യൂബിലോട്ട് ആക്കി മാറ്റുന്നു. ഇതൊക്കെ മീറ്ററിന്റെ ഒരു ഇതിലാണ് നിൽക്കുന്നത്. അപ്പോൾ 10,000നെ മീറ്റർ ക്യൂബിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ എന്ത് ചെയ്താൽ മതി, 1000 ചെയ്താൽ മതി. അപ്പോൾ 10 മീറ്റർ ക്യൂബ് എന്ന് വന്നു. ഇനി നമുക്കിനി വോളിയം കണ്ടെത്താനായിട്ടുള്ള ഇക്വേഷൻ അറിയാലോ. അപ്പോൾ നീളം ഇൻറ്റു വീതി ഇൻറ്റു ഉയരം ഈക്വൽ ടു എന്താണ്, വോളിയം ആണ്. അപ്പോൾ 2.5 മീറ്റർ ഇൻറ്റു അടുത്തത് 1 മീറ്റർ, വീതി എന്ന് പറയുന്നത് 1 മീറ്റർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് നമുക്കിവിടെ കണ്ടെത്താനുള്ളത് ഉയരാണ്. എച്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ക്യൂബാണ്. അപ്പോൾ 2.5 മീറ്റർ സ്ക്വയർ ഇൻറ്റു എച്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ക്യൂബ്. ഇത്ര എത്തിയല്ലോ. ഇത്ര എത്തിക്കഴിഞ്ഞാൽ എത്ര ഉള്ളൂ, ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോകുമ്പോൾ എച്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ക്യൂബ്. ഇവിടെ എന്തുണ്ട്, 2.5 മീറ്റർ സ്ക്വയർ ഉണ്ട്. 2.5 എന്ന് പറഞ്ഞാൽ 2.5. അപ്പോൾ ഇനി എന്താ, എച്ച് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, ഓപ്പോസിറ്റ് സൈഡിലോട്ട് പോയാൽ മതി. 10 മീറ്റർ ക്യൂബ് ഡിവൈഡഡ് ബൈ 2.5 എന്നുള്ളതിന് 2.5 മീറ്റർ സ്ക്വയർ, ദാറ്റ്സ് ഈക്വൽ ടു 4 മീറ്റർ. 4 മീറ്റർ ആണ് അതിൻ്റെ ഹൈറ്റ് ആയിട്ട് വരേണ്ടത്. നമുക്ക് തന്നിട്ടുള്ളതിൽ എന്തില്ല, 4 മീറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷനേ ഇല്ല. നോക്കിയേ, 400, 250, 4000. അപ്പോൾ അതുപോലെ തന്നെ 250 ഇതൊക്കെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആൻസർ എന്തില്ല, ഇതിലില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വസ്റ്റ്യൻ എന്തല്ല, വാലിഡ് അല്ല. അപ്പോൾ 15 ചോദ്യങ്ങളാണ് നമ്മുടെ മാത്സിനെ സംബന്ധിച്ച് വരുന്നത്. LP ആണെങ്കിലും UP ആണെങ്കിലും 15 ചോദ്യങ്ങളാണ്. അപ്പോൾ ആ ഒരു ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്താണ് ഇപ്പോൾ ലാസ്റ്റത്തെ ചെയ്ത് നമ്മുടെ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ആൻസർ ഇല്ല. അപ്പം നമ്മൾ സ്റ്റക്കായി നിൽക്കുന്ന ഒരു മൊമെൻ്റ് ആണത്. അപ്പോൾ ഇനി നമ്മൾ കുറേ സമയം എങ്ങനെ നോക്കിയിട്ടും ആ ഒരു ഓപ്ഷൻ കിട്ടാതിരിക്കുന്ന ആ ഒരു സമയത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ വെറുതെ കുറേ സോൾവ് ചെയ്ത് നോക്കും. അപ്പോൾ ഉള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് ഇപ്പം എങ്ങനെയാണ് പരമാവധി ഷോർട്ടാക്കി ചെയ്യാൻ പറ്റുക. അപ്പോൾ ഇത്ര സമയം എന്ന് പറഞ്ഞാൽ ആ ഒരു സമയത്തിനുള്ളിൽ എങ്ങനെ പരമാവധി ഷോർട്ടാക്കി ചെയ്യാൻ പറ്റും, എങ്ങനെ നമ്മുടെ ടൈം ലാഭിക്കാൻ പറ്റും, എത്ര സിമ്പിളായിട്ട്. ഇപ്പോൾ നമ്മൾ 15 മാർക്കിൽ 12 മാർക്കും വാങ്ങാൻ എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തന്നെ പഠിക്കണം. ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസ് ആണെന്നുണ്ടെങ്കിലും മാക്സിമം എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കിയാൽ മാത്രമാണ് നമുക്ക് ഏതൊരു ചോദ്യമാണെന്നുണ്ടെങ്കിലും സിമ്പിളായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു.